ഹായ്! യാത്രാകഥകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മൾ ഒരു ഫിൽറ്ററും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഏറ്റവും നോർമലായിട്ട് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ കിട്ടുന്ന അതേ രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ യാത്ര മസനഗുഡിയിലേക്കാണ്. നമ്മൾ ആ മുതുമല, മുത്തങ്ങ ഫോറസ്റ്റ് എല്ലാം കടന്നിട്ടാണ് നമ്മളിന്ന് മസനഗുഡിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഒറ്റയ്ക്കാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് വരാറുള്ളത്. നമ്മൾ കുറേയൊക്കെ ആൾക്കാരെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഈ യാത്ര എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു മനസ്സുഖം, എൻ്റെ ഒരു സെൽഫ് ഫീലിങ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യും ഒരാഴ്ചത്തോളം. ചില ആൾക്കാർക്ക് എല്ലാ ദിവസവും ജോലിയാണ്. മാസത്തിൽ ഫുൾ ദിവസം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റും. ചിലവർക്ക് പിന്നെ സൺഡേ ഓൾറെഡി ലീവാണ്. അങ്ങനത്തെയൊക്കെ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കുടുംബമായിട്ടോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ യാത്രയിൽ ഒരുപാട് മൃഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്കും പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മൾ നല്ലൊരു വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും കാടിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ലൊരു ബോധ്യം ഉണ്ടാവും. കാരണം ഇവിടുത്തെ കാടെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പം നിലവിലുള്ളത്. ഞാൻ ഏകദേശം ഒരു ഡിസംബർ മാസത്തിലാണ് ഈ യാത്ര വരുന്നത്. ഏകദേശം 8 മണിക്കാണ് ഞാനിവിടെ ബന്ദിപ്പൂരിൽ നിന്ന് ഈ കാട്ടിലേക്ക് കയറിയത്. എനിക്ക് പലപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കേട്ടോ. ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, നമ്മളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ശരിക്കും നമ്മളിങ്ങനെ ഒരുപാട് കാലം ജോലി ചെയ്യുന്നു, ഒരുപാട് കാലം പഠിക്കുന്നു, കുറച്ച് കാലം കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയാവുന്നു, വാർദ്ധക്യം ബാധിക്കുന്നു. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് അസുഖങ്ങൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മളപ്പോൾ നമ്മുടെ ഒരു നല്ല സമയം എന്നല്ല, എല്ലാ സമയവും നല്ല സമയമാണ്. അതിനൊക്കെ നമ്മൾ ശരിക്കും യൂറോപ്യൻസിനൊക്കെ കണ്ടു പഠിക്കണം. അവരവരുടെ ഏത് പ്രായത്തിലും ഇതുപോലെ കറങ്ങി നടന്ന് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിലാണ് ജീവിക്കാറുള്ളത്. അവരോട് ലൈഫിനെ കുറിച്ചുള്ള പ്ലാനിങ് നല്ല അടിപൊളിയാണ്. കാരണം ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് വളരെ നല്ല ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ പ്രധാന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊപ്പക്കാട് ഒരു സഫാരി പോകണം എന്നാണ് പ്ലാൻ ഉള്ളത്. തൊപ്പക്കാട് ഞാൻ ഇതുവരെ സഫാരി പോയിട്ടില്ല കേട്ടോ. തൊപ്പക്കാട് ഞാൻ അവിടെ പോയി നോക്കിയിട്ടുണ്ട്. പലപ്പോഴും അവിടെ പോകുമ്പോൾ ആൾക്കാരെ വളരെ കുറവായിട്ടാണ് കാണാറുള്ളത്. പിന്നെ അവിടെ ജിപ്സി ഒക്കെ എടുത്ത് പോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ ഫിനാൻഷ്യലി നല്ല ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ആളല്ലാത്തത് കാരണം ഞാൻ ചെറിയ രീതിയിൽ ബസ്സിലെല്ലാം ആണ് പോകുന്നത്. അല്ലാതെ ജീപ്പ് എടുത്തിട്ട് പോകാൻ ട്രൈ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് പറ്റിയൊരു കമ്പാനിയനും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒറ്റക്കൊക്കെ ഒരു ജിപ്സി എടുത്ത് പോകുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. തൊപ്പക്കാട് ഞാൻ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നെങ്കിലും നടക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം അവിടെ ഒന്നും സഫാരിക്ക് അധികം ആരും വരാറില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടെ അവർ നല്ല രീതിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ അവർ ഒരുപാട് മൃഗങ്ങളെ സൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങോട്ടൊന്നും ആരും വരുന്നത് കാണാറില്ല. എന്താണ് അവിടെ ആൾക്കാർക്ക് ഇത്ര ഒരു പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം പലപ്പോഴും അവർക്ക് പുലികളെ കിട്ടാറുണ്ട്. ഡെയിലി പുലികളെ ബന്ദിപ്പൂർ തന്നെ കിട്ടാറില്ല. പക്ഷെ അവിടെ എന്തോ അവിടെ കൂടുതൽ സമയം പുലികളെ കിട്ടുന്നുണ്ട്, ആനകളെ കിട്ടുന്നുണ്ട്, കാട്ടികളെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം മൃഗങ്ങളെല്ലാം കടുവകളെയൊക്കെ കിട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇന്ന് ഏതായാലും ഈ കാടിന്റെ ഫുള്ള് വിഷ്വൽസ് ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ കാടിലൂടെ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. കാരണം ഇതൊരു ഡിസംബർ മാസത്തിലെ ഒരു റൈഡാണ്. കാരണം ഓരോ സീസണിലും ഓരോ രീതിയിലാണ് ഇവിടുത്തെ കാട് വരുന്നത്. നല്ല മഴക്കാലങ്ങളിൽ എങ്ങും നല്ല രീതിയിൽ പച്ചപ്പുണ്ടാവും. അതുപോലെ വേനൽക്കാലത്ത് പിന്നെ പച്ചപ്പ് വളരെ കുറവാണ്. ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് വരുന്നത്. നമ്മളെ ഈ യാത്രയിൽ മൃഗങ്ങളെ മാത്രമല്ല കേട്ടോ ശ്രദ്ധിക്കുന്നത്. നമ്മളെ ഈ ഭാഗത്തുള്ള ഓരോ മരങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. മരങ്ങളിൽ ചില സമയങ്ങൾക്ക് നമുക്ക് നല്ല ഒരു കാഴ്ചകൾ മരങ്ങൾ തരാറുണ്ട് കേട്ടോ. കാരണം മരങ്ങളിലേക്ക് ഈ രാവിലെ ലൈറ്റ് അടിക്കുന്നത് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. കാരണം ഒരു ഗോൾഡൻ ലൈറ്റ് ഈ മരത്തിന്റെ ഇടയിലൂടെ വരുന്നത് നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് തരുന്നത്. നമുക്ക് ഒരുപാട് സമയമൊന്നും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ ഈ ഏരിയ കാണുമ്പോൾ. അപ്പം നമ്മളിങ്ങനെ പോകുന്ന ലെഫ്റ്റ് ഭാഗത്തൂടെ ഒരുപാട് മാനുകളെല്ലാം പോകുന്നുണ്ട്. ഞാനിവിടെ നിർത്തിയിട്ട് ഈ മാനുകളെ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇവർ നടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എല്ലാം മാനിനെ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആവും ട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ ആ തൊപ്പക്കാട് മറ്റേ സഫാരി സെന്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് സഫാരി രാവിലെ ഒറ്റ സഫാരിക്ക് മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഈ കാട് മൊത്തം കവർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ബൈക്ക് എടുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു
മസനഗുഡിയുടെ ഒരു ഉൾഗ്രാമത്തിലേക്കുള്ള റൂട്ടിലൂടെയാണ് കേട്ടോ. ഈ മസനഗുഡി നമ്മൾ എത്തുന്നതിന് മുമ്പ് പല ഭാഗത്തേക്കായിട്ട് ഡീവിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലെ എല്ലാ ഡീവിയേഷൻസിലും പോയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരുപാട് മൃഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അവിടെ ആനയെ കാണാറുണ്ട്, അങ്ങനെ കരടിയെല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായത് കൊണ്ടാവും നമ്മുടെ ക്രോസിന് ഒറ്റ മൃഗങ്ങളും വന്നിട്ടില്ല. മൃഗങ്ങൾ വന്ന നമ്മുടെ കാര്യം കട്ട പുകയാണ്. കാരണം നമ്മൾ ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത്, വേറൊരാളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആക്സിഡൻ്റലായിട്ട് നമുക്കൊരു പെട്ടെന്നൊരു മൃഗത്തെ കണ്ടാൽ നമുക്ക് അതിനെ പോയിട്ട് അവിടെ വീഴേണ്ടി വരും. അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നത്. ഞാൻ ഈ പോകുന്ന സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഈ പേരൊന്നും നോക്കാതെ ഏതായാലും കാടിലൂടെ നമ്മൾ വെറുതെ വരുന്നതാണ്. അപ്പോൾ പേരൊന്നും നോക്കാതെ കാണുന്ന വഴിയിലൂടെയൊക്കെ പോവുക. അങ്ങനെ ഈ നല്ല റോഡിലൂടെ എല്ലാം പോവാട്ടോ. കാരണം ഇതുപോലെ റബ്ബറൈസർ റോഡ് ഒരുപാടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. അല്ലാതെ ഫോറസ്റ്റിന്റെ റോഡിലൂടെയൊന്നും നിങ്ങൾ ആരും കയറി പോകരുത് കേട്ടോ. ഇതിലൂടെയൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നല്ല ഫീൽ തന്നെയാണ്. നമുക്ക് മുന്നിൽ എന്താണ് ഉള്ളത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തോ ഒരു മൂഡിൽ അങ്ങനെ പോവാണ്. കാരണം നിങ്ങൾ വരുമ്പോൾ കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടിട്ട് വരണം കേട്ടോ. ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ പോവരുത്. പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു വെക്കൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ ഒരു കോൺഫിഡൻസ് പോലെയാണ്. പക്ഷേ ശരിക്കും നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ്. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വരാൻ മടിയാണ്. ചില ആൾക്കാരൊക്കെ സോളോ യാത്രകൾ പോകാറുണ്ട്. അതൊരു വേറെ വൈബാണ് കേട്ടോ, സോളോ യാത്ര പോകുന്നത്. ശരിക്കും ഇങ്ങനത്തെ ബൈക്ക് റൈഡൊക്കെ സോളോ യാത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ സോളോ യാത്രയാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷേ ബൈക്കിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടെ ഒരാൾ വേണം എന്നുള്ളതൊരു ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ബൈക്കിന് എന്തെങ്കിലും പറ്റിയാലോ, അതായത് ഒരു സപ്പോർട്ടിന് ഒരാൾ ബൈക്ക് ഉണ്ടാകുമ്പോൾ എപ്പോഴും നിർബന്ധമാണ്. നമ്മൾ ബൈക്കിനെ പറ്റിയൊന്നും പറഞ്ഞാൽ നമ്മുടെ സമയം തീർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഈ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് നല്ല മലനിരകൾ നമ്മുടെ മുന്നിലായിട്ടുണ്ട്. അതുപോലെ ചുറ്റുമാവും കാടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ് ഇതിൽ കൂടെ വരുമ്പോൾ കിട്ടുന്നത്. അതുപോലെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ ഈ മരങ്ങളും ഈ മലകളെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. ഈ കാലത്ത് ശരിക്കും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്ന ഒരു കാലമാണ്. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വയനാട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ ഒരു ശല്യം വരുന്നത്. കാരണം അവിടെ പലപ്പോഴും കടുവകൾ വരുന്നുണ്ട്, ആനകൾ വരുന്നുണ്ട്. അങ്ങനെ ആനകളൊന്നും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ അവർക്ക് കടുവകളും പുലികളും അവരെ നല്ല രീതിയിൽ ഉപദ്രവിക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ ഫോറസ്റ്റിലൊക്കെ കടുവന്റെ ഒരു ഡെൻസിറ്റി കൂടുതലായി വരുന്നത് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് നമുക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഇവിടുത്തെ കറക്റ്റ് കടുവന്റെ ഒരു സെൻസസ് ഈ അടുത്ത് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഈ ഓൾഡ് ഏജ് ആയ കടുവകളും പിന്നെ നമ്മുടെ ടെറിട്ടറിയിൽ നിൽക്കാൻ പറ്റാത്ത കടുവകളൊക്കെയാണ് പുറത്തോട്ട് ഗ്രാമങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു പ്രദേശത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കാരണം ഈ മസനഗുഡിയുടെ വലത് ഭാഗത്തേക്ക് പോയാൽ ഇതുപോലെ മലനിരകളാണ് കാണാൻ പറ്റുക. പിന്നെ നമ്മുടെ ഇടത് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് മലനിരകൾ കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം മലനിരകളുടെ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ മസനഗുഡി ടൗണിൽ കറക്റ്റ് ടൗണിൽ നിന്ന് വലത് ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് കേട്ടോ വന്നത്. ഈ ഭാഗത്തൂടെ വരുമ്പോൾ അധികം വാഹനങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ആകെ 2-3 വാഹനങ്ങൾ മാത്രമേ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നത് കണ്ടിട്ടുള്ളൂ. ഇങ്ങോട്ട് വലിയ ടൗണും ആൾക്കാരുടെ ജനവാസ മേഖലയൊന്നും ഇല്ലാത്തത് കൊണ്ടാവും ഇങ്ങോട്ട് അധികം വാഹനങ്ങളൊന്നും വരാത്തത്. പക്ഷെ ഇവിടുത്തെ കാട് ചില സമയത്ത് ഭയങ്കര ഗൂഢമായിട്ടുള്ള വനങ്ങളാണ് കേട്ടോ ഇവിടെ. കാരണം എങ്ങും ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഏരിയ അല്ല. എല്ലാ സ്ഥലത്തും നല്ല മരങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാടാണ്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഏതായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. കാട്ടിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അനിമൽ കരടിയാണ്. കാരണം കരടികൾക്ക് പ്രത്യേക ക്യാരക്ടറാണ്. അവർ ഈ മറഞ്ഞു വന്ന് അവർ നേരെ വന്നിട്ട് ആക്രമിക്കും. അവരുടെ കൈ കൊണ്ട് ഒരു അടി കിട്ടിയാൽ തന്നെ നമ്മുടെ കാര്യം തീരുമാനമാവും. കാരണം അവരുടെ കൈ അത്ര പവർഫുൾ ആണ്. കാരണം ആ കൈ ഉപയോഗിച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിൽ നല്ല നഖങ്ങളാണ്, നല്ല വലിയ നഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മണ്ണെല്ലാം മാന്തി എടുക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചെതൽപ്പുറ്റുകളെല്ലാം മാന്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെതലുകൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തേന് കഴിക്കുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്. ഒരു മിശ്രബുക്കാണ് നമ്മുടെ കരടി വരുന്നത്. അതുകൊണ്ട് അവരുടെ ആക്രമണമാണ് കാട്ടിലെ എല്ലാവർക്കും ഏറ്റവും പേടിയായിട്ട് തോന്നാറുള്ളത്. പിന്നെ കടുവകളൊന്നും പൊതുവേ ആരെയും ആക്രമിക്കാറില്ല. അവർ മനുഷ്യരെ ഒരു കണ്ടാൽ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ വളരെ വിരളമായിട്ട് മാത്രമേ ഈ കടുവകൾ മനുഷ്യനെ ആക്രമിക്കാറുള്ളൂ. കടുവകൾ മാത്രമല്ല കേട്ടോ, നമ്മളെ കണ്ട പുലികളും അതേപോലെ. പുലികളും മനുഷ്യരെയൊക്കെ കണ്ടാൽ പെട്ടെന്ന് ഓടിപ്പോവും. അവരും മനുഷ്യരുടെ അടുത്ത് അത്ര സഹവാസത്തിന് റെഡി ആയിട്ടുള്ള ആൾക്കാരല്ല. അവർ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ ആക്രമിക്കാനൊന്നും നിൽക്കാറില്ല.
പിന്നെ ഉള്ളത് കാട്ടിയാണ്. അതൊരു പവത്താനായ ഒരു നാട്ടുമൃഗം പോലെയാണ് ഈ കാട്ടി ഉള്ളത്. നമുക്കൊക്കെ കാട്ടിയെ കാണുമ്പോൾ ശരിക്കും ഒരു പശുവിനെ പോലെയാണ് തോന്നാറുള്ളത്. കാരണം കാട്ടി നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ റോഡ് സൈഡിലുണ്ടെങ്കിൽ അവര് അങ്ങനെ അവരുടെ ജോലി നോക്കി അവരിങ്ങനെ നിൽക്കും. അവരവിടുന്ന് പുല്ല് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ജീവിത രീതി വരുന്നത്.